यथारूपम इस्कॉन स्थापकाचार्यन कृष्ण कृपामूर्ति AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപമാണ് നമ്മൾ എല്ലാ ദിവസവും വായിക്കുന്നത്. നമ്മളിപ്പോൾ 9ാമത്തെ അധ്യായമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. രാജവിദ്യ രാജഗുഹ്യ യോഗം. കഴിഞ്ഞ ദിവസം നമ്മൾ 9ാമത്തെ അധ്യായത്തിൽ 11ാമത്തെ ശ്ലോകം വരെ വായിച്ചിട്ടുണ്ടായിരുന്നു. അവജാനന്തി മാമൂഢ മനുഷ്യം തനുമാശ്രിതം പരംഭാവമജാനന്ദോ മമ ഭൂത മഹേശ്വരം. ഈ അധ്യായത്തിൽ ഭഗവാനെ കുറിച്ചുള്ള വളരെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. അതുകൊണ്ടാണ് ഈ അധ്യായത്തിന് രാജവിദ്യ രാജഗുഹ്യ യോഗം എന്ന് പറയുന്നത്. ഏറ്റവും രഹസ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നത്. അതെല്ലാവർക്കും മനസ്സിലാവുകയില്ല എന്നുള്ള കാര്യം ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അശ്രദ്ധധാന പുരുഷ ധർമ്മസ്യാസ്യ പരന്തപ അപ്രാപ്യമാം നിവർത്തന്റെ മൃത്യു സംസാരവർണ്ണൻ. ഭഗവാനിലും ഭഗവാന്റെ ശക്തിയിലും വിശ്വാസമില്ലാത്തവർക്ക് ഒരിക്കലും ഭഗവാനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ശക്തികളെ കുറിച്ച് പറഞ്ഞു. ഭഗവാനും ഈ ഭൗതിക പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച് പറഞ്ഞു. ഭഗവാന്റെ ഒരു ശക്തി മാത്രമാണ് ഈ ഭൗതിക പ്രകൃതി, അല്ലാതെ ഭഗവാൻ ഈ ഭൗതിക പ്രകൃതിയിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിയല്ല. ഈ ഭൗതിക പ്രകൃതിയിൽ നിന്ന് വേറിട്ട് ഒരു അസ്തിത്വം ഭഗവാനുണ്ട്. നമ്മളെ കാണുന്ന പ്രകൃതി ഭഗവാന്റെ ഒരു സൃഷ്ടി മാത്രമാണ്. ഇത് ഭഗവാനല്ല എന്നുള്ള കാര്യം ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായി. അല്ലെ, ഒരു ചിത്രകാരൻ ഒരു ചിത്രം വരച്ചു. ആ ചിത്രം ഒരിക്കലും ചിത്രകാരനല്ല. ആ ചിത്രകാരന്റെ സൃഷ്ടി മാത്രമാണ് ആ ചിത്രം. ഇതേപോലെ ഭഗവാന്റെ സൃഷ്ടി മാത്രമാണ് ഈ ഭൗതിക പ്രകൃതി, അല്ലാതെ ഭഗവാൻ ഈ ഭൗതിക പ്രകൃതിയുടെ ഒരു ഭാഗമല്ല എന്നുള്ള കാര്യം ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ശക്തികളെ കുറിച്ചും ഭഗവാന്റെ വിഭൂതികളെ കുറിച്ചും ഭഗവാന്റെ സ്ഥാനത്തിനെ കുറിച്ചും ഭഗവാന്റെ ഭക്തന്മാർ മാത്രമാണ് മനസ്സിലാക്കുന്നത്, ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ മാത്രമാണ് മനസ്സിലാക്കുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂഢന്മാരായിട്ടുള്ള ആളുകൾ ഭഗവാനെ അവഗണിക്കുകയാണ് ചെയ്യുന്നത് എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു. അവജാനന്തി മാം മൂഢ മാനുഷീം തനുമാശ്രിതം പരംഭാവം അജാനന്ദോ മമ ഭൂത മഹേശ്വർ. ഭഗവാനെ കുറിച്ചുള്ള തത്വങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി ഭഗവാൻ തന്നെ യുഗന്തോറും അവതരിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ വരുന്ന ഭഗവാനെ ഒരു സാധാരണ വ്യക്തിയായി കണക്കാക്കി സാധാരണ ആളുകൾ അവഗണിക്കുന്നു എന്നാണ് പറയുന്നത്. അവജാനന്തി മാമൂഢ മാനുഷീം തനുമാശ്രിതം പരംഭാവം അജാനന്ദോ മമ ഭൂത മഹേശ്വരം. ഭഗവാൻ എല്ലാ ജീവജാലങ്ങളുടെയും സൃഷ്ടികർത്താവാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാതെ ബുദ്ധിയില്ലാത്ത ആളുകൾ ഭഗവാനെ അവഗണിക്കുന്നു എന്നാണ് പറയുന്നത്. അവരുടെ അവസ്ഥ എന്താണ് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ, നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്ന ശ്ലോകത്തിൽ പറയുന്നത്. 12ാമത്തെ ശ്ലോകം നമ്മൾക്ക് ഇന്ന് വായിക്കാം. മോഘാശ മോഘകർമാണോ മോഘജ്ഞാന വിജേതസ രാക്ഷസീം ആസുരീം ചൈവ പ്രകൃതിയും മോഹിനിയും ശ്രിതാഹ. ഭഗവാനെ അംഗീകരിക്കാത്തവരുടെ അവസ്ഥ എന്താണ്? ഭഗവാനെ അംഗീകരിക്കാത്തവരുടെ ജ്ഞാനത്തിന് എന്താണ് സംഭവിക്കുന്നത്? ആ കാര്യമൊക്കെ ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അത് നമ്മൾക്ക് വായിക്കാം. വിവർത്തനവും ഭാവാർത്ഥവും വായിച്ചതിന് ശേഷം നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. ശ്ലോകം വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ. 12ാമത്തെ ശ്ലോകത്തിന്റെ അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആരാണ് വായിക്കുന്നത്? ഹരേ കൃഷ്ണ പ്രഭുജി, ഞാൻ വായിച്ചോട്ടെ? നളിന കുമാരി മദത്തി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. മോഘാശാമോഘ കർമാണോ മോഹജ്ഞാന വിചേതസഃ രാക്ഷസീമാസുരീം ചൈവ പ്രകൃതിം മോഹിനീം ശ്രിതാഃ.
ഇങ്ങനെ മോഹിതരായവർ ആസുരങ്ങളും നിരീശ്വരവാദ പരങ്ങളുമായ ആശയങ്ങളാൽ ആകൃഷ്ടരാകുന്നു. ആ വ്യാമോഹാവസ്ഥയിൽ മുക്തിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും ഫലോദിഷ്ട കർമ്മങ്ങളും ജ്ഞാനാർജനവുമെല്ലാം പാഴായി പോകും. ഭാവാർത്ഥം: കൃഷ്ണാവബോധം നേടി ഭക്തി നിർഭരമായ സേവനത്തിൽ ഏർപ്പെട്ടവരെന്ന് ഭാവിക്കുന്ന പലർക്കും കൃഷ്ണനെ പരമസത്യമെന്ന് ഉൾക്കൊണ്ട് അംഗീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഭക്തിപൂർവമുള്ള സേവനത്തിന്റെ പക്വഫലം, ഭഗവത് സാന്നിധ്യം അവർക്കൊരിക്കലും ആസ്വദിക്കാനാവില്ല. ഫലം ഉദ്ദേശിച്ച് കർമ്മങ്ങൾ ചെയ്യുകയും അങ്ങനെ ഒടുവിൽ ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ആശിക്കുകയും ചെയ്യുന്നവർക്കും പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണനെ അവഗണിക്കുകയാൽ തോൽവിക്കേ വഴിയുള്ളൂ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കൃഷ്ണനെ നിന്ദിക്കുന്നവർ നിരീശ്വരരോ ആസുര സ്വഭാവികളോ ആണ്. ഭഗവത്ഗീത 7-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ആസുരവൃത്തികളായ ദുഷ്കൃതികൾ ഒരിക്കലും കൃഷ്ണന് സ്വത്മാർപ്പണം ചെയ്യാറില്ല. അതുകൊണ്ട് പരമസത്യത്തെക്കുറിച്ചുള്ള മാനസിക ഗവേഷണം എന്തും അവരെ കൊണ്ട് എത്തിക്കുന്നത് ഒരു സാധാരണ ജീവനും കൃഷ്ണനും തമ്മിൽ വ്യത്യാസമില്ലെന്ന മിഥ്യാവബോധത്തിലാണ്. അങ്ങനെ വ്യാമോഹിതരായ അവർ വിചാരിക്കുന്നു, മനുഷ്യ ശരീരം ഭൗതിക പ്രകൃതിയാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണെന്നും ഈ ഭൗതിക ദേഹത്തിൽ നിന്നും മുക്തനായാൽ പിന്നെ താനും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്നും കൃഷ്ണനുമായി ഈ വിധത്തിൽ ഐക്യം പ്രാപിക്കാമെന്ന് തെറ്റിദ്ധരിച്ചു ചെയ്യുന്ന ശ്രമം വ്യാമോഹത്തിൽ തന്നെ അവസാനിക്കാനേ ഇടയുള്ളൂ എന്നാണ് ഈ ശ്ലോകത്തിന്റെ ആശയം. അത്തരക്കാർക്ക് വേദാന്ത സൂത്രമോ ഉപനിഷത്തുക്കളോ പോലെയുള്ള വൈദിക ഗ്രന്ഥങ്ങളുടെ പരിശീലനത്തിൽ പരാജയമേ ഉണ്ടാവൂ. ശ്രീകൃഷ്ണ ഭഗവാനെ ഒരു സാധാരണ മനുഷ്യനെന്ന് കരുതുന്നത് തികച്ചും അപരാധമാണ്. കൃഷ്ണന്റെ സനാതന സ്വരൂപത്തെ പറ്റി അറിയാനാവാതെ വ്യാമോഹത്തിൽപ്പെട്ടവരാണ് അങ്ങനെ ചെയ്യുന്നത്. ബൃഹത് വിഷ്ണു സ്മൃതിയിൽ പറഞ്ഞിരിക്കുന്നു, യോ വേത്തി ഭൗതികം ദേഹം കൃഷ്ണസ്യ പരമാത്മനഃ സർവസ്മാത് ബഹിഷ്കാര്യഃ ശ്രൗതസ്മാർത്ത വിധാനതഃ മുഖം തസ്യാവലോക്യാപി സചേലം സ്നാനമാചരേത്. കൃഷ്ണന്റെ ശരീരം ഭൗതികമാണെന്ന് കരുതുന്നവരെ എല്ലാത്തരം ശ്രൗത സ്മാർത്താനുഷ്ഠാനങ്ങളിൽ നിന്നും ബഹിഷ്കരിക്കണം. അവരുടെ മുഖത്ത് നോക്കാനിടയായാൽ ഉടനെ തന്നെ ദോഷവിമുക്തിക്കായി ഗംഗയിൽ സ്നാനം ചെയ്യുകയും വേണം. ഭഗവാനിൽ അസൂയുള്ളവരാണ് അദ്ദേഹത്തെ അപഹസിക്കുക. നാസ്തികരുടെയും അസുരവൃത്തികളുടെയും കുലത്തിൽ വീണ്ടും വീണ്ടും ജന്മമെടുക്കാൻ അവർ വിധിക്കപ്പെട്ടിരിക്കുന്നു. അത്തരക്കാരുടെ സത്യജ്ഞാനം എന്നെന്നും മോഹാവൃതമായിരിക്കും. ക്രമേണ അവർ സൃഷ്ടിയുടെ ഏറ്റവും ഇരുളടഞ്ഞ തലത്തിലേക്ക് താഴ്ന്നു പോവുകയും ചെയ്യും. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. നന്ദി പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു നളിന കുമാരി മാതാജി. ഹരേ കൃഷ്ണ. യെസ്, അപ്പം ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് ഭഗവാനെ അംഗീകരിക്കാത്തവരെ കുറിച്ചാണ്. കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു ഭഗവാനെ അംഗീകരിക്കാത്തവർ മൂഢന്മാരാണ് എന്നുള്ള കാര്യം പറഞ്ഞു. എന്തുകൊണ്ടാണ് അവർ മൂഢന്മാരായി പോകുന്നത് എന്ന് കുറച്ച് വിശദമായിട്ട് ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. മോഘാശ മോഘകർമാണോ മോഘജ്ഞാന വിഛേദസ. മോഘാശ, അവരുടെ തെറ്റായിട്ടുള്ള ആശ, തെറ്റായിട്ടുള്ള ആഗ്രഹങ്ങളാണ് അവർക്ക് ഭഗവാനെ മനസ്സിലാക്കാതിരിക്കാനുള്ള കാരണം. എന്താണ് അവരുടെ തെറ്റായിട്ടുള്ള ആഗ്രഹം? അവരും ഭഗവാനെ പോലെ ആകണം, അവരും ഭഗവാൻ തന്നെയാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്, അല്ലെ? നമ്മളും പലപ്പോഴും ആത്മീയ പ്രഭാഷണങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാറുണ്ട്. നിങ്ങളും ഈശ്വരൻ തന്നെയാണ്, അല്ലെ? നിങ്ങൾ തന്നെയാണ് ഭഗവാൻ, നിങ്ങൾ മറ്റാരെയും ആരാധിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ അമ്പലത്തിൽ പോകേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? നിങ്ങൾ തന്നെയാണ് ഭഗവാൻ, നിങ്ങൾ തന്നെയാണ് ഈശ്വരൻ എന്ന് പറയുന്ന ആളുകളുണ്ട്. നമ്മൾ തന്നെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത് ആസുരികമായിട്ടുള്ള സ്വഭാവമായിട്ടാണ് ഭഗവാൻ പറയുന്നത്. അവരെന്താണ് പറയുന്നത്? നിങ്ങളിപ്പോൾ തൽക്കാലം ഒരു ഭൗതിക ശരീരത്തിൽ വന്നതുകൊണ്ട് നിങ്ങൾ ഈശ്വരനാണ് എന്നുള്ള കാര്യം മറന്നുപോയി. മുക്തി നേടിക്കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഈശ്വരനാണ് എന്നാണ് പറയുന്നത്. അപ്പം അതെങ്ങനെ ശരിയാകും എന്നുള്ള കാര്യമൊന്നും അവർക്ക് വിശദമായിട്ട് പറയാൻ സാധിക്കുന്നില്ല, അല്ല? ഈശ്വരൻ ഒരിക്കലും മായയ്ക്ക്, അജ്ഞാനത്തിന് അടിമപ്പെടാത്ത വ്യക്തിയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. മായയുടെ ഈശ്വരനാണ് ഭഗവാൻ. മായ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് എപ്പോഴും പ്രവർത്തിക്കുന്നത്.
ഒരു വ്യക്തി മായയ്ക്ക് അടിമപ്പെട്ടു പോയി കഴിഞ്ഞാൽ, അജ്ഞാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ആ വ്യക്തി ഒരിക്കലും ഈശ്വരനല്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈശ്വരനെ ഒരിക്കലും അജ്ഞാനം ബാധിക്കുന്നില്ല. അപ്പം നമ്മളെ അജ്ഞാനം ബാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾക്ക് വ്യക്തമായിട്ട് അറിയാം, അല്ലെ? കാരണം നമ്മൾക്ക് ഈശ്വരനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മളെക്കുറിച്ചോ തന്നെ കൃത്യമായിട്ടെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അത് അജ്ഞാനത്തിന്റെ ലക്ഷണമാണ്. നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഗതിയെക്കുറിച്ചോ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെ കുറിച്ചോ പോലും നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കില്ല. നാളെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കുന്നില്ല. നമ്മളെ മുൻകാലത്ത് ചെയ്തിട്ടുള്ള കർമ്മങ്ങളെ കുറിച്ച് നമ്മൾക്ക് പൂർണ്ണമായിട്ട് ഓർക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ അജ്ഞാനത്തിന്റെ ലക്ഷണങ്ങളാണ്. നമ്മളെ അജ്ഞാനം തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട്. അജ്ഞാനം ബാധിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ഈശ്വരനല്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. പക്ഷെ ഇതൊന്നും കണക്കാക്കാതെയാണ് ഈ ആളുകൾ, ജ്ഞാനമുണ്ട് എന്ന് പറയുന്ന ആളുകൾ, ചിലപ്പോൾ അവർ കുറെ ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാകും, പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്നുണ്ടാകും. പക്ഷെ അവർ പറയുന്നത് നിങ്ങൾ തന്നെയാണ് ഈശ്വരൻ. നിങ്ങളുടെ ഉള്ളിലുള്ള ഈശ്വരനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് എല്ലാ ഗ്രന്ഥങ്ങളും നിർദ്ദേശിക്കുന്നത് എന്നൊക്കെ വലിയ കാര്യത്തിൽ അവർ പറയുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. പക്ഷെ അതെന്താണ്? അത് ഭഗവാനെ അംഗീകരിക്കാത്തത് കൊണ്ടാണ്. പരമപുരുഷനായിട്ടുള്ള ശ്രീകൃഷ്ണനെ അംഗീകരിക്കാത്തത് കൊണ്ടാണ് അവർ വിചാരിക്കുന്നത് ഞാൻ തന്നെയാണ് ഈശ്വരൻ. അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്ന് വിചാരിക്കുന്നത് കൊണ്ട് അവർക്ക് ഒരിക്കലും ഭഗവാനെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ ഭഗവാന് തുല്യനായി തീരണം, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് ഭഗവാൻ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതിയാണ്, അല്ലെങ്കിൽ ആസുരികമായിട്ടുള്ള ചിന്താഗതിയാണ് എന്നിവിടെ പറയുന്നു. രാക്ഷസിയും ആസുരിയും ചെയ്യുക, പ്രകൃതിയും മോഹിനിയും ശ്രിതാഹം. അപ്പൊ ഭഗവാനെ അംഗീകരിക്കാത്തവരെ നിയന്ത്രിക്കുന്ന പ്രകൃതിയാണ് ആസുരിക പ്രകൃതി എന്ന് പറയുന്നത്. അവരെപ്പോഴും ആസുരിക പ്രകൃതിയുടെ കീഴിലായിരിക്കും. രണ്ട് പ്രകൃതി ഉണ്ടെന്ന് ആണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. വിശദമായിട്ട് പിന്നീടുള്ള അധ്യായങ്ങളിൽ പറയുന്നുണ്ട്. ദേവീ പ്രകൃതി, ആസുരിക പ്രകൃതി. അപ്പൊ ഭഗവാനെ അംഗീകരിക്കാത്തവരൊക്കെ ആസുരിക പ്രകൃതിയിലാണ് പോകുന്നത്. ഞാൻ ഈശ്വരനാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവരും ഏത് പ്രകൃതിയിലാണ്? ആസുരിക പ്രകൃതിയിലാണ്. ആസുരിക പ്രകൃതിയുടെ നിയന്ത്രണത്തിലാണ്, അല്ലെങ്കിൽ മഹാമായ എന്ന് പറയും. മഹാമായയുടെ നിയന്ത്രണത്തിലാണ്. മറ്റത് യോഗമായ എന്ന് പറയും. ഭക്തന്മാരൊക്കെ യോഗമായയുടെ നിയന്ത്രണത്തിലാണ്. ഭഗവാനെ അംഗീകരിക്കാത്തവർ, ഭക്തന്മാർ യോഗമായയുടെ നിയന്ത്രണത്തിലാണ്. ഭഗവാനെ അംഗീകരിക്കാത്തവർ മഹാമായയുടെ നിയന്ത്രണത്തിലാണ്. ഭക്തന്മാർ ദൈവീ പ്രകൃതിയുടെ സംരക്ഷണത്തിലാണ്. ഭഗവാനെ അംഗീകരിക്കാത്തവർ ആസുരിക പ്രകൃതിയുടെ നിയന്ത്രണത്തിലാണ്. ഇതാണ് വ്യത്യാസം. ആസുരിക പ്രകൃതിയിൽ വന്നതുകൊണ്ട് അവർക്ക് ആസുരികമായിട്ടുള്ള സ്വഭാവങ്ങളുണ്ടാവും. അവരുടെ ഗതി എന്താണ് എന്നും പറയുന്നുണ്ട്. അവർ വീണ്ടും വീണ്ടും ഈ പുതിയ ഭൗതിക ശരീരം എടുത്ത് ഈ ഭൗതിക ലോകത്ത് തന്നെ ജീവിക്കേണ്ടി വരും. അതുപോലെ അവർ ആർജിച്ച ജ്ഞാനമെല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയും. മായ അപഹൃത ജ്ഞാനം. ഭഗവാനെ അംഗീകരിക്കാത്തവരുടെ ജ്ഞാനത്തിനെ മായയ്ക്ക് അപഹരിക്കാൻ സാധിക്കും. ഭഗവാനെ അംഗീകരിച്ച് ദൈവിക പ്രകൃതിയിലുള്ളവരുടെ ജ്ഞാനത്തിനെ മായയ്ക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ആസുരിക പ്രകൃതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ജ്ഞാനം, അവർ ചിലപ്പോൾ കുറെ ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാകും, കുറെ ശ്ലോകങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാകും. ഭഗവാനെ അംഗീകരിക്കാത്തത് കൊണ്ട് അവര് അപ്പോഴും ആസുരിക പ്രകൃതിയുടെ കീഴിൽ തന്നെയാണ് പ്രവർത്തിക്കേണ്ടി വരിക എന്നാണ് ഇവിടെ പറയുന്നത്. അതിന്റെ അടിസ്ഥാന കാരണം ഞാൻ തന്നെയാണ് ഈശ്വരൻ, അല്ലെങ്കിൽ ഞാൻ കൃഷ്ണനാണ്, ഞാനും കൃഷ്ണനും തമ്മിൽ വ്യത്യാസമില്ല, അല്ലെങ്കിൽ ഞാൻ ഈശ്വരനാണ് എന്നുള്ള ഒരു ചിന്തയാണ്. ആ ചിന്തയുള്ളവരാണ് യഥാർത്ഥത്തിൽ ഭൗതിക ലോകത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് കൃഷ്ണനാണ് ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധിക ആളുകൾക്കും അംഗീകരിക്കാൻ സാധിക്കില്ല. ഭഗവാനെ അംഗീകരിക്കാത്തവരാണ് ഈ ഭൗതിക ലോകത്തിൽ വന്നിട്ടുള്ളത് തന്നെ, അല്ലെ? ഭഗവാനെ അംഗീകരിക്കാത്തത് കൊണ്ടാണ് ആസുരിക പ്രകൃതിയുടെ കീഴിൽ ഈ ഭൗതിക പ്രകൃതിയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ളവരോട് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആളുകൾക്കും അംഗീകരിക്കാൻ സാധിക്കില്ല. കാരണം അവർ ആസുരിക പ്രകൃതിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്.
അപ്പൊ അവരുടെ ജ്ഞാനാർജനം മുഴുവൻ നഷ്ടപ്പെട്ടു പോവും. അവർ വീണ്ടും വീണ്ടും ഈ ഭൗതിക ലോകത്തിന്റെ ഇരുളടഞ്ഞ മേഖലകളിലേക്ക് താഴ്ന്നു പോകുമെന്നാണ് പറയുന്നത്. അതാണ് അവരുടെ ഗതി. പുറമെ മറ്റുള്ള ആളുകളുടെ മുന്നിൽ അവർ എത്ര ജ്ഞാനിയാണെന്ന് ആളുകൾ കരുതുന്നുണ്ടെങ്കിലും അവരുടെ ഗതി എന്താണ്? അവര് വീണ്ടും വീണ്ടും താഴോട്ടാണ് പോകുന്നത്. ഞാൻ ഈശ്വരനാണ് എന്ന് വിചാരിക്കുന്നത് കൊണ്ട് മാത്രം, ഭഗവാനെ അംഗീകരിക്കാത്തത് കൊണ്ട് മാത്രം. ഇനി ഭഗവാനെ അംഗീകരിക്കുന്നവരെ കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. 13ാമത്തെ ശ്ലോകത്തിൽ ആരാണ് യഥാർത്ഥ മഹാത്മാവ്? മഹാത്മാവായിട്ടുള്ള ഒരു വ്യക്തി എന്താണ് ചെയ്യുന്നത്? ആ മഹാത്മാവായിട്ടുള്ള വ്യക്തി ആരുടെ സംരക്ഷണത്തിലാണ്? ഈ കാര്യമൊക്കെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. 13ാമത്തെ ശ്ലോകത്തില് മഹാത്മാനസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതിമാശ്രിതാഹ ഭജന്തി അനന്യ മനസോ ജ്ഞാത്വാ ഭൂതാദിം അവ്യം. ഒരു വ്യക്തി എങ്ങനെയാണ് മഹാത്മാവായി തീരുന്നത്? ആ മഹാത്മാവിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അത് നമ്മൾക്ക് വായിക്കാം. ശ്ലോകം വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളും. അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യണം. ക്ലിയർ ആവുന്നില്ലല്ലോ പ്രഭുജി? റേഞ്ച് കുറവാണ് തോന്നുന്നു. കേൾക്കുന്നുണ്ടോ? ഇല്ല, ക്ലിയർ അല്ല. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. മഹാത്മനാസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതിമാശ്രിത ജേദ്യനന്യ മനസോ ജ്ഞാനത്വം ഭൂതാദിമവ്യയാം. വിവർത്തനം. അല്ലയോ പാർത്ഥ, വ്യാമോഹം ബാധിക്കാത്ത വിശിഷ്ടാത്മാക്കളെ ദൈവിക പ്രകൃതിയാൽ സുരക്ഷിതരാണ്. സർവഭൂതങ്ങൾക്കും ആദികാരണവും അവ്യയാനവുമായ പരമപുരുഷനാണ് ഞാനെന്നറിഞ്ഞുകൊണ്ട് അവർ എപ്പോഴും ഭക്തിപൂർവം എന്റെ സേവനത്തിൽ മുഴുകുന്നു. ഭാവാർത്ഥം. ഈ ശ്ലോകത്തിൽ ഒരു മഹാത്മാവിന്റെ വിശദമായ ചിത്രീകരണമുണ്ട്. ദിവ്യശക്തിയിൽ സ്ഥിതി ചെയ്യുന്നുവെന്നതാണ് അദ്ദേഹത്തിന്റെ പ്രഥമ ലക്ഷണം. ഭൗതിക പ്രകൃതിക്കധീനനല്ല അദ്ദേഹം. ഇതെങ്ങനെ സാധിക്കുമെന്ന് 7ാം അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വയം സമർപ്പിക്കുന്ന ഒരാൾ തൽക്ഷണം തന്നെ ഭൗതിക പ്രകൃതിയുടെ അധികാരപരിധിക്ക് അതീതനാവും. അതാണ് യോഗ്യത. ഭൗതിക പ്രകൃതിയുടെ അധീനതയിൽ നിന്ന് മുക്തനാവാൻ കഴിയുന്നത് പരമദിവ്യോത്തമ പുരുഷന് സ്വയം സമർപ്പിച്ച ഒരാൾക്ക് മാത്രമാണ്. ഇത് ആദ്യത്തെ കാൽവെപ്പാണ്. ഭൗതിക പ്രകൃതിയുടെ അധീനതയിൽ നിന്ന് മുക്തി നേടിയ ഉടനെ തടസ്ഥശക്തി എന്ന നിലയിൽ ജീവാത്മാവ് ആധ്യാത്മിക പ്രകൃതിയുടെ സംരക്ഷണത്തിൽ എത്തിച്ചേരുന്നു. ദൈവീ പ്രകൃതി എന്നറിയപ്പെടുന്ന ആധ്യാത്മിക മാർഗനിർദ്ദേശമാണിത്. ഭഗവാന് സ്വാത്മാർപ്പണം ചെയ്തത് ഈ വഴിക്ക് പുരോഗതി പ്രാപിച്ച ഒരാൾ മഹാത്മാവാണ്. ഒരു മഹാത്മാവിന് കൃഷ്ണനിലൊഴികെ മറ്റേതു വിഷയത്തിലും താല്പര്യമുണ്ടാകില്ല. കൃഷ്ണനാണ് ആദി പുരുഷനെന്നും സർവകാരണങ്ങൾക്കും കാരണമെന്നും അദ്ദേഹത്തിനറിയാം. അതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെയൊരു മഹാത്മാവ് മറ്റു മഹാത്മാക്കളായ ശുദ്ധഭക്തന്മാരുടെ സമ്പർക്കത്താൽ പുരോഗമിക്കുന്നു. കൃഷ്ണന്റെ പരമഭക്തന്മാർ അദ്ദേഹത്തിൽ തന്നെ ചതുർഭുജ മഹാവിഷ്ണുവിനെ പോലുള്ള മൂർത്തി ഭേദങ്ങളിൽ പോലും ആകൃഷ്ടരാകാറില്ല. കൃഷ്ണന്റെ ദ്വിഭുജ മൂർത്തിയിൽ മാത്രമാണ് അവർക്ക് താല്പര്യമത്രയും. കൃഷ്ണന്റെ മറ്റു ഭാവങ്ങളാൽ ആകൃഷ്ടരല്ല അവർ. ദേവന്മാരുടെയോ മനുഷ്യരുടെയോ രൂപങ്ങളും ആ ഭക്തന്മാർക്ക് കൗതുകാവഹങ്ങളല്ല. അവർ കൃഷ്ണാവബോധത്തോടെ കൃഷ്ണനെ മാത്രം ധ്യാനിക്കുന്നു. എല്ലായ്പ്പോഴും കടുകിട പിഴയ്ക്കാതെ കൃഷ്ണന്റെ സേവന കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു.
ഹരേ കൃഷ്ണ. താങ്ക് യു ഗുരുജി. ഹരേ കൃഷ്ണ. യെസ്, അപ്പോൾ ഒരു മഹാത്മാവിന്റെ ലക്ഷണങ്ങളാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. മഹാത്മാനസ്തു മാം പാർത്ഥ ദൈവീ പ്രകൃതിമാശ്രിത ഭജന്തി അനന്യ മനസ്സോ ജ്ഞാത്വ ഭൂതാദിം അവ്യയം. ഒരു ഭക്തനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഇവിടെ പറയുന്നത്. ഭക്തനെയാണ് ഭഗവാൻ ഇവിടെ മഹാത്മാവ് എന്ന് വിളിച്ചിട്ടുള്ളത്. കാരണം ഇവിടെ പറയുന്നുണ്ട് ഭജന്തി അനന്യ മനസ്സോ. ഭജന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭജിക്കുക അല്ലെങ്കിൽ സേവിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ ഭഗവാനെ സേവിക്കുന്നവനെയാണ് ഭഗവാൻ മഹാത്മാവ് എന്ന് വിളിക്കുന്നത്. അല്ല, സാധാരണ മറ്റെന്തെങ്കിലും കർമ്മം ചെയ്യുന്ന വ്യക്തിയല്ല, വലിയ വലിയ മഹത്തായിട്ടുള്ള ഭൗതിക കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഇവിടെ ഭഗവാൻ മഹാത്മാവ് എന്ന് വിളിക്കുന്നത്. ഭഗവാനെ ഭജിക്കുന്നവനെയാണ് ഒരു വ്യക്തി മഹാത്മാവ് എന്ന് വിളിക്കുന്നത്. വ്യക്തിയാണ് ഭഗവാൻ മഹാത്മാവ് എന്ന് വിളിക്കുന്നത്. കാരണം എന്താണ്? ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷമാണ് ഒരു വ്യക്തി ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുകയും ഭഗവാനെ ശരണം പ്രാപിക്കുകയും ഭഗവാനെ സേവിക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്നത്. അല്ല, അത് പെട്ടെന്ന് കഴിയുന്ന ഒരു കാര്യമല്ല. ഒരുപാട് ജന്മത്തിലെ ജ്ഞാനത്തിന്റെയും തപസ്സിന്റെയും ഫലമായിട്ടാണ് ഒരു വ്യക്തിക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനെ പരമപുരുഷനായിട്ട് അംഗീകരിക്കാൻ സാധിക്കുന്നത്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനമാൻ മാം പ്രപദ്യതേ വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷമാണ് ഒരു വ്യക്തി മനസ്സിലാക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ വാസുദേവ സർവമിതി, ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എല്ലാ ജീവജാലങ്ങളുടെയും ഉറവിടം ഭഗവാൻ ശ്രീകൃഷ്ണനാണെന്ന് മനസ്സിലാക്കുന്നത് മഹാത്മാക്കളാണ്. അതുകൊണ്ടാണ് ഭഗവാനെ ഭജിക്കുന്ന ഒരു വ്യക്തിയെ ഭഗവാൻ എന്തെന്ന് പറഞ്ഞത് മഹാത്മാവ് എന്ന് പറഞ്ഞിട്ടുള്ളത്. മഹാത്മാനസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതിമാശ്രിത. അപ്പൊ അങ്ങനെയുള്ള മഹാത്മാക്കൾക്ക് ആരുടെ സംരക്ഷണമുണ്ട്? ദൈവീ പ്രകൃതിയുടെ സംരക്ഷണമുണ്ട്. അവരെ ഈ ഭൗതിക പ്രവർത്തനങ്ങളൊന്നും, ഭൗതിക ലോകത്തിലെ പ്രവർത്തനങ്ങളൊന്നും ബാധിക്കുന്നില്ല. നേരത്തെ ആസുരിക പ്രകൃതിയെ കുറിച്ച് പറഞ്ഞു. ആസുരിക പ്രകൃതിയിലുള്ളവർ താഴോട്ടാണ് പോകുന്നത്. അങ്ങനെയുള്ള ആസുരിക പ്രകൃതിക്ക് ഒരിക്കലും ഭഗവാന്റെ ഭക്തന്മാരെ ബാധിക്കാൻ സാധിക്കുന്നില്ല. കാരണം എന്താണ്? അവര് ആത്മീയ പ്രകൃതിയാൽ സംരക്ഷിതരാണ്, അല്ലെങ്കിൽ ദൈവിക പ്രകൃതിയാൽ സംരക്ഷിതരാണ്. ഈ ദൈവിക പ്രകൃതി എന്നിവിടെ പറയുന്നത് യഥാർത്ഥത്തിൽ രാധാറാണിയാണ്, അല്ലെ? ഭഗവാനെ സേവിക്കുന്ന ഭക്തന്മാരെയൊക്കെ സംരക്ഷിക്കുന്നത് രാധാറാണിയുടെ നേതൃത്വത്തിലാണ്. രാധാറാണി ദൈവിക പ്രകൃതിയാൽ ഭഗവാന്റെ ഭക്തന്മാരെയൊക്കെ സംരക്ഷിക്കും. അങ്ങനെ അവർ ആസുരിക പ്രകൃതിയിൽ പെടാതെ സംരക്ഷിതരായിട്ട് ഭഗവാന്റെ സേവനം ചെയ്യുമെന്നാണ് പറയുന്നത്. ഭജന്തി അനന്യ മനസ്സോ. ഭഗവാനെ മറ്റൊരു ആഗ്രഹമില്ലാതെ അവർക്ക് ഭജിക്കാൻ സാധിക്കുമെന്ന് പറയും. ഭജന്തി അനന്യ മനസ്സും. യഥാർത്ഥ ഭക്തന്മാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, ബുദ്ധഭക്തന്മാരെ കുറിച്ച്. അവർക്ക് എന്ത് മാത്രം മതി? അവർക്ക് ഭഗവാനെ മാത്രം മതി. മറ്റൊരു താല്പര്യവുമില്ലാതെ ആണ് അവര് ഭക്തിയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഭക്തി ചെയ്യുന്നത്. ഭക്തി ചെയ്തിട്ട് എന്തെങ്കിലും നേടണമെന്നോ, ഭക്തി ചെയ്തിട്ട് മുക്തി നേടണമെന്നോ, ഭക്തി ചെയ്തിട്ട് സിദ്ധികൾ എന്തെങ്കിലും കിട്ടണമെന്നോ, ഭക്തി ചെയ്തിട്ട് എന്തെങ്കിലും ഐശ്വര്യങ്ങൾ കിട്ടണമെന്നോ ഒന്നും അവർക്ക് ആഗ്രഹമില്ല. കാരണം അവർക്ക് ഭഗവാനോട് മാത്രമാണ് താല്പര്യം. ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് അവര് ഭഗവാന്റെ സേവനം ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത് ഭജന്തി അനന്യ മനസ്സും. അതുകൊണ്ട് തന്നെയാണ് അവരെ ഭഗവാൻ മഹാത്മാക്കൾ എന്ന് വിളിച്ചിട്ടുള്ളത്. അവർക്ക് മറ്റ് ആഗ്രഹങ്ങളൊന്നുമില്ല. മറ്റെന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ശുദ്ധഭക്തിയിലേക്ക് എത്താൻ സാധിക്കില്ല എന്നും ഇവിടെ പറയുന്നുണ്ട്. മാത്രമല്ല അവർക്ക് ഭഗവാന്റെ സാന്നിധ്യം അനുഭവിക്കാനും സാധിക്കുന്നില്ല. ചില ആളുകൾക്ക് ഭക്തിയിലേക്ക് വന്ന ഒരുപാട് കാലമായി ഞാൻ ഭഗവാന്റെ നാമം ജപിക്കുന്നു, എന്നിട്ടും എനിക്കൊരു സാക്ഷാത്കാരം, ഒരു റിയലൈസേഷനും കിട്ടുന്നില്ല എന്ന് പറയും. എനിക്ക് വിശ്വാസം ലഭിക്കുന്നില്ല എന്നൊക്കെ പറയും. കാരണം എന്താണ്? അവർക്ക് എന്തെങ്കിലും മറ്റുള്ള ആഗ്രഹങ്ങൾ ഉള്ളിലുണ്ടാകും, അല്ലെങ്കിൽ ഭഗവാനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ സാധിച്ചിട്ടുണ്ടാകും. ഭഗവാനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നവർക്കാണ് ഭഗവാൻ തന്നെ കുറിച്ചുള്ള സത്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഭഗവാന്റെ സാന്നിധ്യം അവർക്ക് അനുഭവിക്കാൻ സാധിക്കും.
ഭഗവാനെ പരമപുരുഷനായിട്ട് അംഗീകരിച്ചാൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. മറ്റാഗ്രഹങ്ങൾ വെച്ച് ഭഗവാനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കാതെ ഭക്തി ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഭഗവാനിൽ വിശ്വാസം വരികയില്ല. കുറെ കാലം ഭക്തി ചെയ്തിട്ട് തിരിച്ചു പോകുന്നവരെയൊക്കെ കാണാൻ സാധിക്കും. കാരണം എന്താണ്? ഉള്ളിൽ അവർ പൂർണ്ണമായിട്ടും ഭഗവാനെ അംഗീകരിച്ചിട്ടുണ്ടാവില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ശ്രീല പ്രഭാതർ ആ കാര്യം, ആ ഒരു പോയിന്റ് എടുത്ത് പറയുന്നുണ്ട്. ഭഗവാനെ ഉള്ളുകൊണ്ട് അവർക്ക് അംഗീകരിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല എന്ന് പറയുന്നു. ഭഗവാനെ പൂർണ്ണമായിട്ടും അംഗീകരിച്ചാൽ മാത്രമേ നമ്മൾക്ക് ഭഗവാൻ സ്വയം വെളിപ്പെടുത്തി തരുന്നുള്ളൂ. അല്ലാത്തവർക്ക് ഒരുപാട് കാലം ഭക്തിയിൽ നിന്ന് കഴിഞ്ഞാലും ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് ഭഗവാന്റെ സംരക്ഷണത്തിലും വിശ്വാസം ഉണ്ടാവില്ല. അല്ലെ, ഭക്തന്മാർക്ക് ഭഗവാന്റെ സംരക്ഷണത്തിൽ പൂർണ്ണമായിട്ടും വിശ്വാസം ഉണ്ടാകും. ഭഗവാൻ എന്നെ സംരക്ഷിക്കും എന്നവർക്ക് ബോധ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അത് ഒരു ഊഹത്തിലുള്ള വിശ്വാസമല്ല. ആ വിശ്വാസം എങ്ങനെയാണ് ഒരു ബലപ്പെട്ടത്? അവർക്ക് ജീവിതത്തിൽ അനുഭവമുണ്ട്. ഓരോ ഘട്ടത്തിലും ഭഗവാന്റെ സംരക്ഷണം അവർക്ക് അനുഭവപ്പെടുന്നത് കൊണ്ടാണ് അവർക്ക് അവരുടെ വിശ്വാസം ഉറയ്ക്കുന്നത്. ഭഗവാൻ തന്നെ സംരക്ഷിക്കുന്നുണ്ട്, ഭഗവാന്റെ സാന്നിധ്യം, ഭഗവാന്റെ അനുഗ്രഹം തൻ്റെ കൂടെയുണ്ട്, ഭഗവാന്റെ സേവനം ചെയ്യുന്നത് കൊണ്ട് ഭഗവാന്റെ എല്ലാവിധ പ്രൊട്ടക്ഷനും തനിക്ക് ഉണ്ടാകും. അതുകൊണ്ട് തനിക്ക് ഭയപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല എന്നവർക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ ബോധ്യപ്പെടലിന് എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ആദ്യം ഭഗവാനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ സാധിക്കും. ഭഗവാനെ ഇവിടെ ഭക്തന്മാർ എങ്ങനെ അംഗീകരിക്കുന്നു എന്നാണ് പറയുന്നത്? ജ്ഞാത്വാ ഭൂതാദിമവ്യം, എല്ലാ ജീവജാലങ്ങളുടെയും ഉറവിടമായിട്ടുള്ളത് പരമപുരുഷനായിട്ടിരിക്കുന്നത് ഭഗവാനാണ്, ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എന്ന് അംഗീകരിക്കുന്നതിലൂടെയാണ് അവർക്ക് ഭഗവാനെ ശരണം പ്രാപിക്കാൻ സാധിക്കുന്നത്. അല്ലാതെ ഭഗവാനെ ധ്യാനിച്ച് കുറെ നാമം ജപിച്ച് എനിക്കും ഈശ്വരനെ പോലെ ആകാം എന്നവരൊരിക്കലും വിചാരിക്കുന്നില്ല. അവർക്കൊരിക്കലും ഈശ്വരനാകാനുള്ള ആഗ്രഹമില്ല. അവർക്ക് എന്തിനുള്ള ആഗ്രഹമേ ഉള്ളൂ? ഭഗവാനെ സേവിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. അങ്ങനെ തുടർച്ചയായിട്ട് ഭഗവാനെ ഭക്തിപൂർവം ആരാധിക്കുന്നവർ പൂർണ്ണമായിട്ടും ദൈവിക പ്രകൃതിയുടെ, ആത്മീയ പ്രകൃതിയുടെ സംരക്ഷണത്തിലാണ്. അവർക്ക് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഭഗവാനെ കുറിച്ച് കൂടുതൽ ജ്ഞാനം അവർക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞു മറ്റുള്ളവരുടെ ജ്ഞാനം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഭഗവാനെ അംഗീകരിക്കാത്തവരുടെ ജ്ഞാനം മായാശക്തി കൊണ്ട് നഷ്ടപ്പെടുന്നു. ഭഗവാനെ അംഗീകരിക്കുന്നവരുടെ ജ്ഞാനം ദൈവിക പ്രകൃതിയാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കും. അവർക്ക് ഭഗവാന്റെ സാന്നിധ്യം അനുഭവിക്കാനും സാധിക്കും. ഭഗവാന്റെ സംരക്ഷണത്തിൽ അവർക്ക് പൂർണ്ണമായിട്ടും വിശ്വാസവും ഉണ്ടായിരിക്കും. അതുകൊണ്ട് അവർക്ക് തുടർച്ചയായിട്ട് ഭഗവാന്റെ സേവനം ചെയ്യാൻ സാധിക്കും. യാതൊരു ഉത്കണ്ഠയുമില്ലാതെ സമാധാനപൂർവ്വം സന്തോഷമായിട്ട് തുടർച്ചയായിട്ട് അവർക്ക് ഭഗവാന്റെ സേവനം ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ്? ഭഗവാന്റെ സേവനം ചെയ്യുന്നവരെ ഭഗവാൻ പൂർണ്ണമായിട്ടും സംരക്ഷിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം അവർക്കുള്ളതുകൊണ്ട്. അങ്ങനെ തുടർച്ചയായിട്ട് ഭഗവാന്റെ സേവനം ചെയ്യുന്നവരെയാണ് ഭജന്തി അനന്യ മനസ്സോ തുടർച്ചയായിട്ട് ഭഗവാന്റെ സേവനം ചെയ്യുന്നവരെയാണ് ഇവിടെ ഭഗവാൻ മഹാത്മാവ് എന്ന് വിളിച്ചിട്ടുള്ളത്. ആ മഹാത്മാക്കൾ എന്ത് ചെയ്യുമെന്നാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. സതതം കീർത്തയന്തോ മാം യദന്തശ്ച ദൃഢവ്രത നമസ്യന്തശ്ച മാം ഭക്ത്യ നിത്യയുക്ത ഉപാസതേ. എങ്ങനെയാണ് ആ സേവനം? ഭഗവാന്റെ സേവനം എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ലെ, നമ്മൾ ഭൗതിക ലോകത്ത് സേവനം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പേടിയാണ്. എന്തൊക്കെ സേവനം ചെയ്യേണ്ടി വരും എന്ന് നമ്മൾക്കറിയില്ല. പക്ഷെ അങ്ങനെയല്ല ഭഗവാന്റെ സേവനം. ഭഗവാന്റെ സേവനമൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. സുസുഖം കർത്തുമവ്യം, നേരത്തെ തന്നെ ഭഗവാൻ പറഞ്ഞു രണ്ടാമത്തെ ശ്ലോകത്തിൽ. രാജഗുഹ്യം പവിത്രം ഇതമുത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തുമവ്യം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഭഗവാന്റെ സേവനം. അല്ലെ, ഭഗവാനെ കുറിച്ച് കേൾക്കുക, ഭഗവാനെ കീർത്തിക്കുക, ഭഗവാനെ സ്മരിക്കുക, ഇതൊക്കെ സിമ്പിളാണ് ഭക്തന്മാർക്ക്. വലിയ കഠിന പ്രയത്നമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന
കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാന്റെ സേവനങ്ങൾ അവർ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ മഹാത്മാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്, 14ാമത്തെ ശ്ലോകത്തിൽ. അപ്പൊ നമ്മൾക്ക് ആ ശ്ലോകം കൂടി വായിക്കാം. ശ്ലോകത്തിന്റെ വിവർത്തനവും ഭാവാർത്ഥവും വായിച്ചോളൂ. ഞാൻ വായിക്കട്ടെ പ്രഭുജി? ഹരേ കൃഷ്ണ. ജയശ്രീ മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സതതം കീർത്തയന്തോ മാം യദന്തശ്ച ദൃഢവ്രതാഃ നമസ്യന്തശ്ച മാം ഭക്ത്യാ നിത്യയുക്ത ഉപാസതേ. വിവർത്തനം. എല്ലായ്പ്പോഴും എൻ്റെ കീർത്തികൾ ആലപിച്ചും നിശ്ചയദാർഢ്യത്തോടെ പ്രയത്നിച്ചുകൊണ്ടും എൻ്റെ മുമ്പിൽ പ്രണമിച്ചുകൊണ്ടും ഈ മഹാത്മാക്കൾ നിരന്തരം എന്നെ ഭക്തിയോടുകൂടി ആരാധിക്കുന്നു. ഭാവാർത്ഥം. ജയ് ശ്രീല പ്രഭുപാദ്. ഒരു സാധാരണ മനുഷ്യനെ മുദ്രയടിച്ച് മഹാത്മാവാക്കാൻ കഴിയില്ല. അയാളുടെ സ്വാഭാവിക ലക്ഷണങ്ങളാണ് ഇവിടെ വിവരിച്ചത്. ഒരു മഹാത്മാവ് എപ്പോഴും കൃഷ്ണ ഭഗവാന്റെ മഹത് ഗുണങ്ങൾ കീർത്തിച്ചു കൊണ്ടിരിക്കും. അയാൾക്ക് മറ്റൊന്നും ചെയ്യാനില്ല. ഭക്തൻ നിരാകാരവാദിയല്ല. സ്തുതിക്കുക എന്നാൽ പരമപുരുഷനെ കീർത്തിക്കുക, അവിടുത്തെ പുണ്യനാമങ്ങൾ സങ്കീർത്തനം ചെയ്യുക, സനാതന രൂപത്തെ വർണ്ണിക്കുക, ദിവ്യ ഗുണങ്ങളെയും അസാധാരണ ലീലകളെയും പ്രകീർത്തിക്കുക എന്നിവയൊക്കെയാണ്. ഇപ്രകാരമുള്ള ദിവ്യ കർമ്മങ്ങളിലൂടെ ഒരു മഹാത്മാവ് ഭഗവാനുമായി സദാ മമതാ ബന്ധത്തിലായിരിക്കും. ഭഗവാന്റെ നിരാകാര ഭാവമാണ് ബ്രഹ്മജ്യോതിസ്. അതിൽ തൽപരനായവനെ ഭഗവത്ഗീത മഹാത്മാവായി ഗണിച്ചിട്ടില്ല. അയാളെപ്പറ്റി മറ്റൊരു വിധത്തിൽ അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നുണ്ട്. മഹാത്മാവ് വിഷ്ണുവിനെ പറ്റി, ദേവന്മാരെയോ മനുഷ്യനെ പറ്റിയോ അല്ല, കീർത്തിക്കുകയും കേൾക്കുകയും ചെയ്തുകൊണ്ട് എപ്പോഴും ഭക്തിയുത സേവനത്തിലെ വിവിധ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു. ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം ഇതാണ് ഭക്തി സാധന. ദിവ്യങ്ങളായ 5 രസങ്ങളിൽ ഒന്നിലൂടെ താൻ ആത്യന്തിക ലക്ഷ്യമായ ഭഗവത് സാന്നിധ്യം നേടുമെന്ന ദൃഢനിശ്ചയം അങ്ങനെയൊരു മഹാത്മാവിനുണ്ടായിരിക്കും. ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി മനോവാക് ശരീരങ്ങളാലുള്ള സർവ പ്രവൃത്തികളും ഭഗവത് സേവനാർത്ഥം അദ്ദേഹം ഉപയോഗിക്കുകയും ചെയ്യും. ഇതാണ് പൂർണ്ണമായ കൃഷ്ണാവബോധം. ഭക്തിയുത സേവനത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ചില വ്രതാനുഷ്ഠാനങ്ങളുണ്ട്. ഉദാഹരണമായി ഏകാദശി, ഭഗവാന്റെ അവതാര ദിനം തുടങ്ങിയവ. ആത്മീയ ലോകത്തിൽ ഭഗവത് സാമീപ്യ ലബ്ധിക്കായി അത്യന്തം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മഹാന്മാരായ ആചാര്യന്മാർ നിശ്ചയിച്ചവയാണ് ഈ വ്രതങ്ങൾ. മഹാത്മാക്കൾ ഒട്ടും തന്നെ പിഴയ്ക്കാതെ ഇവ അനുഷ്ഠിച്ചു പോരുന്നത് കൊണ്ട് അവരുടെ അഭീഷ്ടം നിറവേറുക തന്നെ ചെയ്യും. ഈ അധ്യായത്തിൽ 2ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ ഈ ഭക്തിയുത സേവനം ആയാസരഹിതമായി മാത്രമല്ല, വളരെ സന്തുഷ്ടിയോടെയും ചെയ്യാവുന്നതാണ്. കർക്കശമായ തപശ്ചര്യയോ വ്രതമോ ഇതിനാവശ്യമില്ല. നിപുണനായൊരു ആധ്യാത്മിക ഗുരുവിൻ്റെ സഹായമുണ്ടെങ്കിൽ ആർക്കും, ഗൃഹസ്ഥനായാലും സന്യാസിയായാലും ബ്രഹ്മചാരിയായാലും ശരി, ഈ ലോകത്തിൽ എവിടെ ഏതവസ്ഥയിലിരുന്നാലും ഭഗവത് ഭക്തിയോടെ ഈ സേവനകർമ്മം നിർവഹിച്ച് ഒരു യഥാർത്ഥ മഹാത്മാവായി തീരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു ജയശ്രീ മാതാജി. ഹരേ കൃഷ്ണ. ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് ഒരു മഹാത്മാവിന്റെ കർമ്മങ്ങളെ കുറിച്ചാണ്. എങ്ങനെയാണ് ഒരു വ്യക്തി മഹാത്മാവായിട്ട് മാറുന്നത്? എല്ലാവർക്കും മറ്റുള്ളവർക്ക് സേവനം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. എന്തെങ്കിലും സേവനം എല്ലാവരും ചെയ്യണം, അത് നിർബന്ധമാണ്. നമ്മൾക്ക് സേവനം ചെയ്യാതെ ജീവിക്കാൻ സാധിക്കില്ല. എന്തെങ്കിലും സേവനം നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഒരാൾ മറ്റൊരാളെ സേവിക്കുന്നുണ്ടാവും. അപ്പൊ ഭഗവാനെ സേവിക്കുന്ന വ്യക്തികളെയാണ് ഭഗവാൻ മഹാത്മാവ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഭഗവാനെ എങ്ങനെയാണ് സേവിക്കുന്നത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ആ മഹാത്മാക്കൾ എങ്ങനെയാണ് ഭഗവാനെ സേവിക്കുന്നത്? ഭഗവാനുള്ള സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അല്ലെ? നമ്മളെ ഭൗതിക ലോകത്തിലുള്ള സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഫാക്ടറിയിലാണെങ്കിലും ഒരു കമ്പനികളിലാണെങ്കിലും അവിടെ സേവനം ചെയ്യുന്ന വ്യക്തികളെ അവർ മാക്സിമം ചൂഷണം ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഭൗതിക ലോകത്തിലുള്ള സേവനങ്ങളൊക്കെ
ചൂഷണത്തിൽ അധിഷ്ഠിതമാണ്. ചൂഷണാധിഷ്ഠിതമായിട്ടുള്ള സേവനമാണ്. എങ്ങനെ അവനെ കൂടുതൽ മുതലെടുക്കാം എന്നുള്ളതാണ് ഓരോരുത്തരും ചിന്തിക്കുന്നത്, ഭൗതിക ചിന്താഗതിയുള്ള ആളുകൾ. അതേ സേവനം എന്നുള്ള വാക്ക് നമ്മൾ കേൾക്കുന്ന സമയത്തോ ഭഗവാനും നമ്മളെ ചൂഷണം ചെയ്യുമോ എന്നുള്ള ഒരു സംശയം നമ്മൾക്കുണ്ടാകും. പക്ഷേ ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാനോട് ഒരു ഭക്തൻ ചെയ്യുന്ന സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്നേഹപൂർവം, സന്തോഷപൂർവമാണ് സേവനം ചെയ്യുന്നത്. ഭഗവാൻ ഒരു വ്യക്തിയുടെ സേവനം യഥാർത്ഥത്തിൽ ആവശ്യമില്ല. അപ്പം സേവനം ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികൾക്ക് ഭഗവാൻ തൻ്റെ സേവനത്തിനുള്ള അവസരം നൽകുകയാണ് ചെയ്യുന്നത്. അല്ല, ഒരു വ്യക്തിയിൽ നിന്നും സേവനം സ്വീകരിക്കേണ്ട ആവശ്യം ഭഗവാനില്ല. ഭഗവാൻ ആത്മാരാമനാണ്. സ്വയം ഉള്ളിൽ നിന്ന് തൃപ്തനായിട്ടുള്ള ആനന്ദം അനുഭവിക്കുന്ന വ്യക്തിയാണ് ഭഗവാൻ. പക്ഷെ ഭഗവാന് സേവനം ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികൾക്ക് ആ സേവനത്തിന്റെ മാധുര്യം അനുഭവിക്കുന്നതിന് വേണ്ടി ഭഗവാൻ അവസരം നൽകുകയാണ് ചെയ്യുന്നത്. ആ സേവനങ്ങൾ എന്തൊക്കെയാണ് എന്നിവിടെ പറയുന്നുണ്ട്. എങ്ങനെയാണ് ആ സേവനം ആരംഭിക്കുന്നത്, എന്ത് സേവനമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് ഇവിടെ പറയുന്നുണ്ട്. സതതം കീർത്തയന്തോ മാം യദന്തശ്ച ദൃഢവ്രതാഃ നമസ്യന്തശ്ച മാം ഭക്ത്യാ നിത്യയുക്ത ഉപാസതേ. സതതം കീർത്തയന്തോ മാം. അപ്പൊ ഭഗവാനെ കുറിച്ചുള്ള ശ്രവണ കീർത്തനങ്ങളിലൂടെയാണ് ഈ സേവനം ആരംഭിക്കുന്നത്. ആദ്യം നമ്മൾ ഭഗവാനെ കുറിച്ച് കേൾക്കണം. ഭഗവാൻ എന്തൊക്കെ സേവനം ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം നമ്മൾ ഭക്തന്മാരിൽ നിന്ന് ശ്രവിക്കണം. അങ്ങനെയാണ് നമ്മൾ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ഭഗവാനെ കുറിച്ച് മനസ്സിലായാലേ നമ്മൾക്ക് ഭഗവാനെ കീർത്തിക്കാൻ സാധിക്കും. ഭഗവാന്റെ കീർത്തനം എന്താണെന്ന് ഇവിടെ ശീലപ്രഭാതർ വിശദമായിട്ട് പറയുന്നുണ്ട്. ഭഗവാന്റെ നാമം ജപിക്കുന്നത് ഒരു കീർത്തനമാണ്. അതേപോലെ ഭഗവാന്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കുന്നത് ഒരു കീർത്തനമാണ്. ഭഗവാൻ പറഞ്ഞ വാക്കുകൾ റിപ്പീറ്റ് ചെയ്യുന്നത്, ആവർത്തിക്കുന്നതും കീർത്തനമാണ്. ഇപ്പൊ ഭഗവത്ഗീത നമ്മൾ വായിക്കുന്നത് എന്താണ്? അത് കീർത്തനമാണ്. കീർത്തനവും ശ്രവണവും നടക്കുന്നുണ്ട്. കീർത്തനം, ഭഗവത്ഗീത വായിച്ച് പറയുന്നത് കീർത്തനമാണ്. അത് കേട്ട് മനസ്സിലാക്കുന്നത് ശ്രവണവുമാണ്. അപ്പൊ ശ്രവണവും കീർത്തനവുമാണ് ഇവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത്. ഇത് രണ്ടും ഭഗവാന്റെ സേവനമാണ്. ഇത് രണ്ടും വളരെ സന്തോഷത്തോടു കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അല്ലെ? ഭഗവാനെ കുറിച്ച് കേൾക്കുക എന്ന് പറയുന്നത് വലിയ സന്തോഷമാണ്. അതിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഭഗവാനെ കുറിച്ച് പറയുക എന്ന് പറയുന്നതും സന്തോഷമുള്ള കാര്യമാണ്. അതും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് സുസുഖമായിട്ട് ചെയ്യാൻ സാധിക്കും. വളരെ സന്തോഷത്തോടു കൂടി ചെയ്യാൻ പറ്റുന്ന സേവനങ്ങളാണ് ഭഗവാന് വേണ്ടിയിട്ടുള്ള സേവനങ്ങൾ. അതിൽ ആദ്യത്തെ സേവനം ശ്രവണവും കീർത്തനവും ആണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ആദ്യം ഭഗവാനെ കുറിച്ച് നമ്മൾ കേൾക്കണം. എവിടുന്ന് കേൾക്കണം? ആധികാരികമായിട്ട് തന്നെ നമ്മൾ കേൾക്കണം. ഭഗവാനെ കുറിച്ച് എന്തെങ്കിലും ഊഹാപോഹങ്ങളല്ല നമ്മൾ കേൾക്കേണ്ടത്. ഭഗവാനെ കുറിച്ച് ഭഗവാൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് ഭഗവത്ഗീതയിൽ. അപ്പൊ ഭഗവത്ഗീതയിലൂടെ നമ്മൾ ഭഗവാനെ കുറിച്ച് കേൾക്കണം. ഭഗവാനെ കുറിച്ച് വ്യാസദേവർ എഴുതി വെച്ചിട്ടുണ്ട് ഭാഗവതത്തിൽ. ഭഗവാനെ കുറിച്ചുള്ള കാര്യവും നമ്മൾ വ്യാസദേവന്റെ സഹായത്തോടു കൂടി കേൾക്കണം. ഇത് രണ്ടുമാണ് ഭഗവാനെ കുറിച്ചുള്ള ശ്രവണത്തിനുള്ള മാർഗം, ഭഗവത്ഗീതയും ഭാഗവതം. അല്ലാതെ എന്തെങ്കിലും ഊഹങ്ങൾ നമ്മൾ ഭഗവാനെ കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ അത് ഒരിക്കലും ശരിയാവുകയില്ല. ഭഗവത്ഗീതയും ഭാഗവതവും വായിക്കുന്നതും കീർത്തനമാണ്, ശ്രവണവും കീർത്തനവുമാണ്. അങ്ങനെ ശ്രവണവും കീർത്തനത്തിലൂടെ നമുക്ക് ഭഗവാന്റെ സേവനം ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. സതതം കീർത്തയന്തോ മാം യദന്തശ്ച ദൃഢവ്രതാഃ. സതതം, എല്ലായ്പ്പോഴും എന്നാണ്. എപ്പോഴൊക്കെ ഭഗവാനെ നമ്മൾക്ക് കീർത്തിക്കാം, എപ്പോഴൊക്കെ ഭഗവാന്റെ നാമം ജപിക്കാം, എപ്പോഴൊക്കെ ഭഗവത്ഗീത വായിക്കാം, എപ്പോഴൊക്കെ ഭാഗവതം വായിക്കാം എന്നിവിടെ ഭഗവാൻ വ്യക്തമാക്കുന്നുണ്ട്, അല്ലെ? എപ്പോഴൊക്കെ ഭഗവാന്റെ കീർത്തനം ചെയ്യാമെന്നാണ് പറയുന്നത്? എപ്പോഴൊക്കെ ചെയ്യണമെന്നാണ് പറയുന്നത് ഭഗവാൻ? സതതം, അല്ലെ? സതതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും നമ്മൾക്ക് ഭഗവാന്റെ നാമം ജപിക്കാം. അതിന് യാതൊരു സമയവുമില്ല. ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്, തത്രാർപ്പിത നിയമിത സ്മരണേ ന കാല. ഇതിന് വേറെ പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല, പ്രത്യേകിച്ച് സമയം നോക്കേണ്ട ആവശ്യമില്ല. സാധാരണഗതിയിൽ ആളുകൾ പറയാറുണ്ട്, അവർ കർമ്മമാർഗത്തിൽ വന്നതുകൊണ്ട് അവർക്ക് വലിയ സംശയമാണ്. സന്ധ്യയ്ക്ക് ജപിക്കേണ്ടത് ഒരു നാമം, രാവിലെ ജപിക്കേണ്ടത് വേറൊരു നാമം, ഉച്ചയ്ക്ക് ജപിക്കേണ്ടത് വേറൊരു നാമം, ചൊവ്വാഴ്ച ഒരു നാമം, ബുധനാഴ്ച വേറൊരു നാമം, വ്യാഴാഴ്ച വേറൊരു നാമം. അങ്ങനെയാണ് നമ്മൾ
ശീലിച്ചു പോന്നിട്ടുള്ളത്. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല പറയുന്നത്. സതതം കീർത്തയന്തോ മാം, എന്നെ ഭജിക്കൂ എന്ന് ഭഗവാൻ പറയും. ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് നമ്മൾ ഭജിക്കേണ്ടത്, അല്ലെ? ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, സതതം കീർത്തയന്തോ മാം. ഭഗവാൻ ശ്രീകൃഷ്ണനെ ഭജിക്കാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയും. നമ്മൾ അത് വിട്ട് പലതും ജപിച്ചുകൊണ്ടിരിക്കും. ഒന്നുകിൽ നമ്മൾ ജപിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഓരോ സമയത്തും ഓരോന്ന് ജപിക്കും, നമ്മൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ജപിക്കും. അങ്ങനെയല്ല, ഭഗവാൻ പറയുന്നു ഭഗവാന്റെ നാമം തന്നെയാണ് നമ്മൾ ജപിക്കേണ്ടത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇത് തന്നെയാണ് എപ്പോഴും ജപിക്കേണ്ടത്. സന്ധ്യയ്ക്കായാലും രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും. ഇനി പാതിരാത്രിക്ക് നമ്മൾക്ക് ജപിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ പാതിരാത്രിക്കും ജപിക്കാം. ശതതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂർ നമ്മൾക്ക് ജപിക്കാം. അത് ഭഗവാന്റെ നാമം തന്നെയാണ് ജപിക്കേണ്ടത് എന്നിവിടെ വളരെ വ്യക്തമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്. കീർത്തയന്തോ മാം, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നാമമാണ് ജപിക്കേണ്ടത്. അതെപ്പോഴും ജപിക്കാം. അതേപോലെ ഭഗവത്ഗീത, ഭാഗവതം എപ്പോഴും വായിക്കാം. അതിന് സമയം കാലമില്ല, അത് നോക്കേണ്ട ആവശ്യമില്ല, അല്ലെ? സപ്താഹത്തിൽ 7 ദിവസം മാത്രമേ ഭാഗവതം വായിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു വർഷം നമ്മൾ കൂട്ടിവെക്കണം. ഗീതാജ്ഞാന യജ്ഞത്തിന്റെ ആ 18 ദിവസം അത് മാത്രമേ നമ്മൾ ഗീത തുറക്കാൻ പാടുള്ളൂ. അല്ലാത്ത ദിവസം നമ്മൾ കൂട്ടിവെക്കണമെന്നല്ല പറയുന്നത്. ദിവസം നിത്യം ഭാഗവത സേവയ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭാഗവതം ദിവസം വായിക്കാനാണ്. ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ സംബന്ധിച്ച എല്ലാ ഗ്രന്ഥവും ഭാഗവതം തന്നെയാണ്, അല്ലെ? ഭാഗവതം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ഭഗവാനെ സംബന്ധിച്ചത് എന്നാണ്. അപ്പൊ രാമായണവും ഭാഗവതം തന്നെയാണ്, അല്ലെ? രാമായണവും ദിവസവും വായിക്കാം, ഭഗവത്ഗീതയും ദിവസവും വായിക്കാം. കർക്കിടക മാസത്തിൽ മാത്രമല്ല രാമായണം വായിക്കേണ്ടത്. സതതം കീർത്തയന്തോ മാം എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. സതതം എല്ലായ്പ്പോഴും ഭഗവാന്റെ നാമം ജപിക്കുകയും ഭഗവാന്റെ മഹാത്മ്യങ്ങൾ വായിക്കുകയും അത് കേൾക്കുകയും ചെയ്യാം. അങ്ങനെയുള്ള ആളുകളെയാണ് ഇവിടെ ഭഗവാൻ മഹാത്മാവ് എന്ന് പറയുന്നത്. ഇതന്തശ്ച ദൃഢവ്രത നമസ്യന്തശ്ച മാം ഭക്തിയ നിത്യയുക്ത ഉപാസത. ഭഗവാനെ നമസ്കരിക്കാനും പറയുന്നത്. നമസ്യന്തശ്ച, ഭഗവാന്റെ വിഗ്രഹത്തിന് മുന്നിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ആ വിഗ്രഹം മൂർത്തി എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഭഗവാന്റെ വിഗ്രഹത്തിന്റെ മുന്നിൽ പോയി കഴിഞ്ഞാൽ ആദ്യം നമസ്കരിക്കണം. പരമപുരുഷനായിട്ടുള്ള ഭഗവാന്റെ മുന്നിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമസ്കരിക്കണം. കേരളത്തിലെ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് നമസ്കരിക്കുന്നതിനായിട്ട്. മറ്റടുത്തിരിക്കുന്ന ആളെന്ത് വിചാരിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ ഭക്തൻ എന്താണ് വിചാരിക്കുന്നത്? ഭഗവാൻ എന്ത് വിചാരിക്കും എന്നാണ് ചിന്തിക്കേണ്ടത്, അല്ലെ? ഭഗവാന്റെ മുന്നിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ നമസ്കരിക്കണം. അങ്ങനെ നമസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭഗവാന് പ്രിയപ്പെട്ട വ്യക്തികളായിട്ട് മാറും. അങ്ങനെ തുടർച്ചയായിട്ട് അവർ ഭഗവാനെ ഭക്തിയോടുകൂടി ആരാധിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ഒരു മഹാത്മാവിന്റെ കർമ്മം. അല്ലാതെ വലിയൊരു രാഷ്ട്രീയ പ്രവർത്തകനെയല്ല ഭഗവാൻ മഹാത്മാവ് എന്ന് പറയുന്നത്. ഭഗവാനെ തുടർച്ചയായിട്ട് ആരാധിക്കുന്ന വ്യക്തികളെയാണ് മഹാത്മാവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും മഹാത്മാവാകാം. മഹാത്മാക്കളാകുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല. ഭഗവാന്റെ നാമം എപ്പോഴും ജപിക്കുക, ഭഗവാനെ കുറിച്ച് കേൾക്കുക, ഭഗവാനെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും മഹാത്മാക്കളായി മാറാൻ സാധിക്കും. അത് വളരെ സുസുഖമാണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്ന് ഇവിടെ ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതനും പറയുന്നുണ്ട്. ഓക്കെ, ഹരേ കൃഷ്ണ. ഇപ്പൊ സമയമായിട്ടുണ്ട്. നമ്മൾക്ക് അടുത്ത ശ്ലോകം അടുത്ത ദിവസം വായിക്കാം. ഇപ്പോൾ നമ്മൾക്ക് ഈ അധ്യായത്തിലെ ശ്ലോകങ്ങൾ വായിക്കാം. ആരാണ് ശ്ലോകം വായിക്കുന്നത്? ഹരേ കൃഷ്ണ പ്രഭുജി.